നമ്മൾ അന്വേഷിച്ച് നല്ലതെന്ന് തോന്നുന്നു വരുമ്പോ അങ്ങ് കൈ കൊടുത്തോണം. അല്ലെങ്കിൽ പിന്നെ അതോർത്ത് നിരാശപ്പെടേണ്ടി വരും. ആ പയ്യനും അവന്റെ വീട്ടുകാർ സ്ട്രെയിറ്റ് ആണെന്ന് തോന്നുന്നു. ദുബായിൽ സ്വന്തം ബിസിനസ് എന്നൊക്കെ പറയുമ്പം അത്യാവശ്യം നല്ല ചുറ്റുപാടായിരിക്കുകയും ചെയ്യും. ആ അതെ. മാത്രമല്ല ആ ചെറുക്കനും വളരെ ഇംപ്രസീവായിട്ട് തോന്നി. മാളവികയും അവനും തമ്മിൽ ചേർച്ചക്കുറവൊന്നുമില്ല. ഇത്രയൊക്കെ ചേർച്ചയുണ്ടെങ്കിൽ പിന്നെ എന്തിനാ മോനെ ഇതിങ്ങനെ വെച്ച് നീട്ടുന്നത്? കാര്യങ്ങൾ കെടുപിടിയെന്നൊരു തീരുമാനം ഉണ്ടാക്കാൻ നോക്ക്. ഓ എന്റെ ഈശ്വര, കഷ്ടകാലത്തിന് ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ലാതായിപ്പോയി. ഉണ്ടായിരുന്നെങ്കിൽ രണ്ടിന്റെയും ജാതകം കൊടയുടെ നേരെ ഞാൻ ഇന്ന് കുറിപ്പിച്ചേനെ. എന്റെ അമ്മ ഇങ്ങനെ ധൃതി കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. എന്തായാലും കോഴ്സ് കഴിഞ്ഞിട്ട് മതി അവക്ക് കല്യാണം. അത് മാത്രമല്ല അപ്പുന്റെ കാര്യമൊന്നും ആവാതെ. പിന്നെ എന്റെ വായിന്ന് വല്ലതും കേക്കും കേട്ടോ. അപ്പുവിന്റെയും പപ്പുവിന്റെയും കാര്യമൊന്നും ഇവിടെ ആരും അന്വേഷിക്കണ്ട. അവക്ക് വേണമെങ്കിൽ അവളുടെ വീട്ടുകാരെങ്കിലും കണ്ടുപിടിച്ചോളും. ഇനി അതല്ല, ആരെങ്കിലും കൂടെ ചാടിപ്പോകാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തോളും. അതൊന്നും ഇവിടെ ഉള്ളവരെടുത്ത് തലേ കെട്ടാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ തന്നെ അതിനെ കെട്ടാൻ ആര് വരുമെന്നാ? പെണ്ണും അല്ല പെണ്ണിന്റെ കോലവും അല്ല എന്ന മട്ടിലല്ലേ വളർത്തുന്നത്. ദേ അതിന്റെ ഒപ്പം കെട്ടിക്കാൻ നിന്ന നമ്മുടെ കൊച്ചിവിടെ നിന്ന് മൂത്ത് നരക്കത്തേ ഉള്ളൂ. പറഞ്ഞേക്കാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഒടുക്കം പിന്നെ സങ്കടപ്പെടേണ്ടി വരരുത്. ഓ ഈ അമ്മയുടെ ഒരു കാര്യം, വന്ന് ആരെ കുറിച്ച് എന്താ പറയണ്ടേന്ന് ഒരു ബോധവും ഇല്ല. മുരളീടൻ എന്തേ ആലോചിക്കുന്നേ? അല്ല, അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. ചിലപ്പോ ഇതാവും മാളുവിന് പറഞ്ഞിട്ടുള്ള ബന്ധമെങ്കിലും. എന്തായാലും നമുക്കിത് വിട്ടുകളയണ്ട അശ്വതി. ആ പയ്യന്റെ അളിയൻ പറഞ്ഞതുപോലെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കല്യാണം പിന്നെ എപ്പോ വേണേലും ആവാലോ. അതൊക്കെ ഓക്കെ. എന്നാലും ഗീതേച്ചിയും വിപിയേട്ടനായിട്ടും ഒന്ന് ആലോചിക്കണം. എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. പുറത്ത് പോയിട്ട് വന്നപ്പോൾ മുതൽ അവൾ ആകെ മൂഡ് ഓഫ് ആണല്ലോ. കാര്യം എന്താന്ന് വല്ലതും പറഞ്ഞോ വിപിയോട്? ഇല്ല, ഞാനത് ശ്രദ്ധിക്കായിരുന്നില്ല. കൂടുതൽ ചോദിച്ച് അവളെ പ്രഷർ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. സംഗതി വേറൊന്നും ആയിരിക്കില്ല. കോളേജ് ഇഷ്യൂവിന്റെ ഹാങ് ഓവർ തന്നെ ആയിരിക്കും. പോരാത്തതിന് മുരളി അശ്വതിയെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. മുരളി അശ്വതിയൊന്നും അങ്ങനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ ഇന്ദിരാമ വല്ലതും പറഞ്ഞിട്ടുണ്ടാവും. ആ, ചിലപ്പോ അങ്ങനെയാവാം. ഏതായാലും നമ്മൾ അതേക്കുറിച്ചൊന്നും അവളോട് ചോദിക്കണ്ട. എല്ലാം പഴയതുപോലെ ഒന്ന് ട്രാക്കിലാവാൻ 3-4 ദിവസം എടുത്തേക്കും. വിപി, നമുക്ക് രണ്ടും കൂടെ കോളേജിൽ പോയി ആ പ്രിൻസിപ്പളിനൊന്ന് കണ്ടാലോ? എന്തിന്? അല്ല, ഇതുപോലെ ഇനിയൊന്നും ഉണ്ടാകില്ലെന്ന് നമ്മുടെ ഭാഗത്തുനിന്നൊരു അഷ്വറൻസ് ഉണ്ടായാ ചിലപ്പോ അപ്പുവിന്റെ സസ്പെൻഷൻ പീരീഡ് ഒന്ന് കുറച്ച് കിട്ടിയാലോ? ഹേയ്, അവരുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോ അങ്ങനെ ഒരു കോംപ്രമൈസിന് അവർ വില്ലിങ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ പോയി കാണാം അവരെ. താൻ കൂടി വന്നാൽ അവരുടെ ഷോ ഓഫ് കൂടെയുള്ളൂ. എനിക്കതല്ല പേടി. അപ്പു കൂടെയില്ലാത്തോണ്ട് മാളും ക്ലാസ്സിന് പോകാൻ മടിക്കും. അത് മുരളിക്കും അശ്വതിക്കും ഒരു പ്രശ്നമാകില്ലേ? അപ്പു കാരണം അവരുടെ കുട്ടിയുടെ ഭാവി കൂടി ഇല്ലാതാകുമോ എന്ന് പേടിക്കുന്നുണ്ടാവും. ഇപ്പൊ നമ്മൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അധികം ഉത്കണ്ഠപ്പെടാതിരിക്കുന്നതാ നല്ലത്. 1 മാസത്തെ കാര്യമല്ലടോ, അത് അവളെ മാനേജ് ചെയ്തോളും. ഹലോ. ആ മുരളി, വാ ഇരിക്ക്. രണ്ടുപേരും ഇവിടെ എന്തോ കാര്യമായ ഡിസ്കഷൻ ആണല്ലോ. എനിത്തിങ് സീരിയസ്? ആ, സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ടോപ്പിക്ക് ശ്രീമതിയുടെ ചില സില്ലി ഡൗട്ട്സിനിടയിൽ മുങ്ങിപ്പോയെന്നുള്ളതാണ് സത്യം. അടുത്ത ആഴ്ച ചെന്നൈയിൽ ഒരു ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ട്. വേണമെങ്കിൽ അത് ഓൺലൈനിൽ കണ്ടക്ട് ചെയ്യാം. പക്ഷേ ഒരു ലൈവ് പ്രസന്റേഷനാണ് അവർക്ക് താല്പര്യം. അമ്പിമാമൻ കൂടി സ്ഥലത്തില്ലാത്തതുകൊണ്ട്
യാത്ര വേണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാ. അമ്പിമാമൻ ഇല്ലാത്തതുകൊണ്ട് യാത്ര വേണ്ടെന്ന് വെക്കണ്ട. VP ധൈര്യമായിട്ട് പോയിട്ട് വാ. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. നെക്സ്റ്റ് വീക്ക് എനിക്ക് ഏതായാലും ടൂറൊന്നുമില്ല. വരട്ടെ, 2-3 ദിവസത്തിനകം കൺഫേം ചെയ്താൽ മതി. ഞാൻ ചായ എടുക്കാം, നിങ്ങൾ സംസാരിക്കും. ഞാൻ വന്നത് VPയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം ഡിസ്കസ് ചെയ്യാനാ. എന്താടോ? തൽക്കാലം ഗീത അറിയണ്ട. VP പിന്നെ പറഞ്ഞാൽ മതി. വാ, നമുക്ക് പുറത്തോട്ട് നിൽക്കാം. VPക്ക് കേട്ടിട്ട് എന്തു തോന്നുന്നു? ഒറ്റ വാക്കിലൊരു മറുപടിയാണ് വേണ്ടതെങ്കിൽ നോൺസെൻസ് എന്നേ ഞാൻ പറയും. മുരളി, നിങ്ങൾക്കിത് എന്താ പറ്റിയത്? ഐ എം വെരി സോറി ടു സേ. തന്നെ അശ്വതിയും പോലുള്ള ആളുകളിൽ നിന്ന് ഞാൻ ഇങ്ങനൊരു നീക്കം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ ചെറുപ്രായത്തിൽ മാളുവിനെ കല്യാണം കഴിപ്പിച്ച് അയക്കാനോ? നോ, ഞാനത് സമ്മതിക്കില്ല. ഈ ആലോചന നമുക്കിവിടെ ഡ്രോപ്പ് ചെയ്യാം. ആദ്യം ഇതൊക്കെ കേട്ടപ്പോൾ VPയെ പോലെ എനിക്കും ഇതൊരു ഫൂളിഷ്നെസ് ആയിട്ടാണ് തോന്നിയത്. പക്ഷേ ആ പയ്യൻ്റെ ബ്രദറിലോ കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്തപ്പോൾ അതങ്ങനെ അങ്ങ് തള്ളിക്കളയേണ്ടെന്ന് തോന്നി. മാത്രമല്ല, ആ പയ്യനുമായിട്ട് സംസാരിച്ചപ്പോൾ ആള് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നുകയും ചെയ്തു. മാളുവിൻ്റെ കാര്യത്തിൽ അയാൾക്ക് ഒരു സീരിയസ് ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ടാണല്ലോ വീട്ടുകാരുമായി അയാൾ ഡയറക്റ്റ് നമ്മളെ അപ്രോച്ച് ചെയ്തത്. പിന്നെ കേട്ടെടുത്തോളം ആ പയ്യൻ്റെ ചുറ്റുപാടും വളരെ ഹെൽത്തിയാണ്, ഫിനാൻഷ്യലി സൗണ്ടുമാണ്. ഓക്കെ, ഞാനിതൊന്നും ഡിനേ ചെയ്യുന്നില്ല. പക്ഷെ മാളുവിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് താൻ ഇതിനൊന്ന് കണ്ടുനോക്ക്. ഭാവിയെക്കുറിച്ച് എന്തൊക്കെ പ്രതീക്ഷകളാണ് അവൾക്കുള്ളത്? സ്വന്തം കരിയറിൻ്റെ കാര്യത്തിൽ അപ്പുവിനേക്കാൾ അംബീഷ്യസ് ആണോ അവള്? അതെനിക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും നിങ്ങൾ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? ഒരു കുടുംബജീവിതത്തിലേക്ക് തള്ളിവിടാൻ മാത്രം പ്രായമായിട്ടില്ലേ നമ്മുടെ മക്കൾക്ക്? അതൊക്കെ ശരിയാ. ഉടനെ ഒരു വിവാഹത്തെക്കുറിച്ച് അരുണോ അയാളുടെ വീട്ടുകാരോ നിർബന്ധം പിടിക്കുന്നില്ല. പരസ്പര സമ്മതമാണെങ്കിൽ വാക്കാലോ ചടങ്ങാലോ ഒരു ഉറപ്പ്, അത്രേ അയാൾ ആവശ്യപ്പെടുന്നുള്ളൂ. കല്യാണം പിന്നെ അവനൊന്ന് സെറ്റിലായതിനു ശേഷം മതി. ഒരുമിച്ച് പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരേ ക്ലാസ്സിലാണോ? അല്ല, അരുൺ സീനിയറാ. VPക്ക് അറിയാലോ, മാളുവിൻ്റെ ജാതകത്തിൽ 23 വയസ്സിനകം കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ 30 വയസ്സ് കഴിഞ്ഞേ അവൾക്ക് വിവാഹയോഗം ഉണ്ടാവുന്നാ പറയുന്നത്. അമ്മയ്ക്ക് ഈ വക കാര്യത്തിലാണെങ്കിൽ വലിയ വിശ്വാസമാണ്. പ്രായം ചെന്ന ആൾക്കാരെ നമ്മളായിട്ട് വിഷമിപ്പിക്കാനും പാടില്ലല്ലോ. അതുമാത്രമല്ല, പയ്യനെയും പയ്യന്റെ വീട്ടുകാരെയും ഒക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. നിങ്ങളുടെ ഇഷ്ടമൊക്കെ അവിടെ നിൽക്കട്ടെ. വാട്ട് അബൌട്ട് മാളു? അവൾക്ക് ഇഷ്ടമാണോ? അതാണല്ലോ അറിയേണ്ടത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവൾക്ക് താല്പര്യക്കുറവൊന്നുമില്ല. പിന്നെ അവൾക്കൂടെ താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ അരുൺ ഇങ്ങനെ ഒരു പ്രപ്പോസലുമായി വരാൻ ധൈര്യം കാണിച്ചത്. ശരി, എന്നാ പിന്നെ നിങ്ങൾ ഇഷ്ടം പോലെ നടക്കട്ടെ. അങ്ങനെ പറഞ്ഞ് VP ഒഴിഞ്ഞു മാറരുത്. ഞാനിപ്പോൾ വന്നത് VPയുടെ ഒരു സഹായം ഉദ്ദേശിച്ചിട്ടാ. സഹായോ? അതെ, അരുണിനെ ഒന്ന് VP നേരിട്ട് കണ്ട് സംസാരിക്കണം. ഞാനോ? എന്തിന്? അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ മുരളി? ആവശ്യമുണ്ട്. പയ്യനെ VP ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അയാളുടെ ക്യാരക്ടർ നമുക്ക് കിട്ടുമല്ലോ.
VP ഓക്കെ പറഞ്ഞാലേ എനിക്കും അശ്വതിക്ക് വിശ്വാസമാവും. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത്. ശരി, നോക്കാം. പറ്റിയ ഇന്ന് തന്നെ അരുണിന്റെ നമ്പർ ഞാൻ മെസ്സേജ് ചെയ്യാം. സൗകര്യം പോലെ VP ഒന്ന് വിളിച്ചാൽ മതി. കല്യാണം എന്തായാലും 1.5 വർഷം കഴിഞ്ഞേ ഉണ്ടാവുള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് അപ്പോഴേക്കും അപ്പുവിന് പറ്റിയൊരു ബന്ധം എവിടെന്നെങ്കിലും നോക്കിയാലോ? 2 കല്യാണം കൂടെ ഒരുമിച്ചങ്ങ്. ഏയ്, നോ. അപ്പോൾ എന്തായാലും അത് സമ്മതിക്കില്ല. തന്നെയല്ല, ഇത്ര ചെറുപ്പത്തിലെ ഞങ്ങൾക്കും അതിന് താല്പര്യമില്ല മുരളി. അവളതിന് മാനസികമായി തയ്യാറാവുന്ന സമയത്തെ ഞാൻ അതിനെപ്പറ്റി ആലോചിക്കൂ. ശരി, എന്തായാലും അരുണുമായിട്ട് സംസാരിക്കുന്ന കാര്യത്തിൽ VP ഉപേക്ഷ വിചാരിക്കരുത്. പറ്റിയ ഇന്ന് തന്നെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്തത്ര ധൃതി? ഗീത ചായ എടുക്കണ്ട്? ഹേയ് വേണ്ട, ഇപ്പൊ വീട്ടിൽ നിന്ന് കുടിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. പോട്ടെ, സൈറ്റിലൊന്ന് പോണം. മുരളി എവിടെ? പോയി. എന്തു പറ്റി? മുരളി എന്തിനാ വന്നത്? മാളൂനൊരു പ്രപ്പോസൽ വന്നു, ആ കാര്യം പറയാനാ. പ്രപ്പോസലോ? മാളൂനോ? അതെ, കോളേജിൽ സീനിയറായിട്ട് പഠിക്കുന്ന പയ്യനാ, ഒരു അരുൺ. ഇന്നയാള് വീട്ടുകാരെയും കൂട്ടി അവളെ പെണ്ണ് കാണാൻ വന്നു അത്രേ. എന്നിട്ടെന്താ, അശ്വതി മുരളിയൊക്കെ അത് സീരിയസ് ആയിട്ട് എടുത്തിരിക്കുക. 23 വയസ്സിനകം കല്യാണം നടത്തണമെന്നാണത്രേ മാളവിന്റെ ജാതകത്തിലെന്ന്. അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അതൊക്കെ ഓരോ ലൈൻ എക്സ്ക്യൂസസ്, അല്ലാതെന്താ? പെട്ടെന്നുള്ള ഈ തീരുമാനത്തില് എന്തോ ദുസൂചന ഉള്ളതുപോലെ. കോളേജിലെ ഇഷ്യൂവും ഹോട്ടലിലെ താമസവും ഒക്കെ മുരളി അശ്വതിയും മറ്റൊരു തരത്തിലെടുത്തിരിക്കുന്നത്. അപ്പുവായിട്ടുള്ള കൂട്ട് മാളുവിന് ദോഷമായി ബാധിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. എനിക്കത് അപ്പോഴേ തോന്നിയിരുന്നു. പോരാത്തതിന് പറഞ്ഞ് പേടിപ്പിക്കാൻ ആ ഇന്ദിരാമ്മയുണ്ടല്ലോ. ആ സംഭവത്തിന് ശേഷം അശ്വതി മുരളിയും ഒരകലം പാലിക്കുന്നതായിട്ട് തോന്നിയിരുന്നു. അതൊരു വെറും തോന്നലായിരുന്നില്ല. അവർക്ക് ആശങ്കയുണ്ടാവും. എല്ലാവരും നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കണമെന്നില്ലല്ലോ. അങ്ങനെ ഒരു അകലം അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ആ പയ്യനെ ഞാൻ നേരിൽ കണ്ട് സംസാരിക്കണമെന്നാ മുരളി പറയുന്നത്. അതെന്തിനാ? ഞാൻ അയാളോട് സംസാരിച്ച് ഓക്കെ പറഞ്ഞാലേ മുരളിക്ക് വിശ്വാസമാവുന്നു. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? കാണാൻ പോവാണോ? കാണാം. ഒന്നുമില്ലേലും മാളവിന്റെ കാര്യമല്ലേ, അതങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. കോളേജിൽ കൂടെ പഠിക്കുന്ന കുട്ടിന്ന് പറയുമ്പോ അപ്പൂനോ പയ്യനെ അറിയായിരിക്കുമല്ലോ. അവളോടൊന്ന് ചോദിച്ചാലോ? ഇപ്പൊ വേണ്ട, ആദ്യം ഞാൻ ആ പയ്യനൊന്ന് കാണട്ടെ. ആരോണിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും മാളുവിൻ്റെ മാളവികയുടെ കാര്യത്തിൽ ഞാനെന്തിനു ഇൻവോൾവ് ആകുന്നുവെന്ന്. അതെ, അത് വർഷങ്ങളായിട്ടുള്ളൊരു ശീലമാണ്. ഒരുപക്ഷെ അപൂർവയുടെയും മാളവികയുടെയും ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് തന്നെ ഞങ്ങളുടെ ഫാമിലികൾ തമ്മിലുള്ള അടുപ്പം അരുണിന് ഊഹിക്കാമെന്ന് തോന്നുന്നു. യെസ്, കുറച്ചൊക്കെ എനിക്കറിയാമെങ്കിൽ. മാളവിക ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്, അല്ലാതെ മറ്റു പലരും പറഞ്ഞറിയാം. വെൽ, അരുണിൻ്റെ കേട്ടറിവുകളേക്കാൾ ആഴവും വ്യാപ്തിയും ഉണ്ട് അതിന്. കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, ഞങ്ങളുടെ ഫാമിലിയിലെ എന്ത് പ്രധാനപ്പെട്ട കാര്യമായാലും ഞങ്ങൾ രണ്ടു കൂട്ടരും പരസ്പരം ആലോചിച്ചും ചർച്ച ചെയ്തുമൊക്കെ ഒരു ഡിസിഷൻ എടുക്കാറുള്ളൂ. പ്രായത്തിൽ അല്പം സീനിയോറിറ്റി ഉള്ളതുകൊണ്ട് പലപ്പോഴും യെസ് ഓർ നോ പറയാനുള്ള ഉത്തരവാദിത്വം മുരളി അശ്വതിയും ഞങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ് പതിവ്. അതിൻ്റെ ലേറ്റസ്റ്റ് എക്സാമ്പിളാണ് ഈ കാര്യം. ഇനിയിപ്പോൾ മുരളിക്കും അശ്വതിക്കും അരുണിനെ അരുണിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെയും നന്നേ ബോധിച്ചു തന്നെ ഇരിക്കട്ടെ. പക്ഷേ
ഞാനൊരു ബിഗ് നോ ആണ് ഈ പ്രപ്പോസലിന് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് നോ എന്നൊരു ക്വസ്റ്റ്യൻ പോലും മുരളിയുടെയും അശ്വതിയുടെയും ഭാഗത്തുനിന്നുണ്ടാവില്ല. തിരിച്ചു അങ്ങനെ തന്നെ. മാളവികയുടെ പാരൻസിനോട് ഈ പ്രപ്പോസലിനെ പറ്റി യെസ് എന്നോ നോ എന്നോ അങ്കിളിന് കമന്റ് ചെയ്യാം. അതിന്റെ റീസൺ അവർക്കറിയണമെന്നില്ലായിരിക്കും. പക്ഷെ എനിക്കറിഞ്ഞാൽ കൊള്ളാം. വിശേഷിച്ചും അങ്കിള് പറയുന്നത് ഒരു ബിഗ് നോയാണെങ്കിൽ. വൈ ഷുഡ് ഐ? തന്നെ പോലെ വളരെ സ്മാർട്ടായ, ഇംപ്രസീവായ, ആംബിഷ്യസ് ആയ ഒരു സുന്ദരൻ ചെറുപ്പക്കാരനെ പറ്റി ഞാനെന്തിനൊരു ഒരു നോ പിക്ക് ചെയ്യണം? ഒരു ബിഗ് ബിഗ് യെസ്. അതാണ് അരുണിന് ഞാൻ ഇടുന്ന മാർക്ക്. ആർ യു ഹാപ്പി? യാ ഷുവർ. താങ്ക് യു അങ്കിൾ. വെൽക്കം. എന്തായാലും എൻ്റെ മാളുവിൻ്റെ സെലക്ഷൻ തെറ്റിയില്ല. അല്ല, ചുമ്മാ ഒരു കൗതുകത്തിന് വേണ്ടി ചോദിക്കട്ടെ, നിങ്ങളിൽ ആരാ ആദ്യം പ്രപ്പോസ് ചെയ്ത്? അരുണോ അതോ മാളുവോ? Come on man, it's just a funny question. ഇഷ്ടം തുറന്നു പറഞ്ഞത് ഞാൻ തന്നെയാണ് അങ്കിൾ. ഒന്നല്ല, ഒരുപാട് തവണ. പക്ഷെ മാളവിക അപ്പോഴൊന്നും എസ് പറഞ്ഞിട്ടില്ല. അപ്പോഴെന്നല്ല, ഇപ്പോഴും മാളവിക എന്നോട് നേരിട്ട് സമ്മതിച്ചിട്ടില്ല. ആൻഡ് സോറി ടു സേ, അതിന്റെ പ്രധാന കാരണക്കാരി അങ്കിളിന്റെ മോള് തന്നെയായിരുന്നു. അപ്പോ അതെ. ആ കുട്ടി സമ്മതിച്ചാലേ റിലേഷന് താല്പര്യമുള്ളൂന്ന് മാളവിക പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മാളവികയോടുള്ള എൻ്റെ ഇഷ്ടം സിൻസിയർ ആണെന്ന് ബോധ്യപ്പെട്ടിട്ടും അപൂർവം അവളെ വിലക്കാണ് ഉണ്ടായത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഹേ അല്ല അരുൺ, യു ആർ മിസ്റ്റേക്കൺ. നിങ്ങൾ എൻ്റെ മോളെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. അപ്പു സമ്മതം പറയാതെ ഒരിക്കലും മാളു ഈ പ്രപ്പോസൽ അംഗീകരിക്കില്ല. അപ്പോൾ അങ്ങനെയാ, അത്ര പെട്ടെന്നൊന്നും അവൾ ആർക്കും പിടികൊടുക്കില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ അങ്കിൾ. ആ, 1 സെക്കൻഡ്. അന്ന് കോളേജിൽ ശരിക്കും എന്താ സംഭവിച്ചത്? അപ്പൂനെ സസ്പെൻഡ് ചെയ്തില്ലേ? അന്നുണ്ടായ ഇഷ്യൂവിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അരുൺ അതിനെപ്പറ്റി എന്തെങ്കിലും അറിയോ? കമോൺ മാൻ, ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. പറയാമെങ്കിൽ പറയൂ. അപൂർവ ഉപദ്രവിച്ച സാംകുട്ടി എൻ്റെ ഫ്രണ്ടാണ്. ഈസ് ഇറ്റ്? അതെ. അപ്പോൾ അയാളോട് എന്തിനത് അപ്പു ചെയ്തു എന്നുള്ള കാര്യവും അരുൺ അറിയാതിരിക്കുമല്ലോ. ഹേയ് കമോൺ മാൻ, ബി ഫ്രാങ്ക്. സോറി, അങ്കിളിനോടത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒപ്പം പഠിക്കുന്ന കൂട്ടുകാരുടെ അച്ഛനോട് അതേപ്പറ്റി പറയാനുള്ള അരുണിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. സി അരുൺ, ബേസിക്കലി ഞാനൊരു മോട്ടിവേറ്ററാണ്. കുട്ടികളുടെ കരിയർ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് മാത്രമല്ല, അവരുടെ സ്ട്രെസ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും ശ്രമിക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാൾക്ക് അരുൺ പറയാൻ പോകുന്ന റീസൺ എന്താണെങ്കിലും അതിന് അതിൻ്റെതായ സ്പിരിറ്റിൽ എടുക്കാൻ പറ്റും. സോ ഒരു സുഹൃത്തിനോടെന്ന പോലെ അരുൺ അത് എന്നോട് ഷെയർ ചെയ്യാം, ധൈര്യമായി. അപൂർവയും മാളവികയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ക്യാമ്പസിൽ ചിലരെന്ന് പറയാൻ പറ്റില്ല, മെജോറിറ്റിയും മറ്റൊരു രീതിയിലാണെങ്കിൽ കാണുന്നത്. മറ്റൊരു രീതിയിലോ? സോറി, മേക്ക് ഇറ്റ് ക്ലിയർ. രണ്ട് പെൺകുട്ടികൾ തമ്മിലുള്ള അതിരുവിട്ട ഫ്രണ്ട്ഷിപ്പിനെ മറ്റുള്ളവർ സംശയത്തോടെയാണ് കാണുന്നതെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അങ്കിളിന് ഊഹിക്കാലോ. ഇതിലപ്പുറം ഡീറ്റെയിൽ ചെയ്യാൻ സോറി എനിക്കാവില്ല. പറഞ്ഞല്ലോ അങ്കിൾ, എന്റെ കാര്യമല്ല, മറ്റു പല കുട്ടികളും അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ ആ ഒരു ആംഗിളിലാണ് കാണുന്നത്. ആദ്യമൊക്കെ കുട്ടികൾക്കിടയിൽ അതൊരു അടക്കി പിടിച്ച രഹസ്യമായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇവൻ ടീച്ചേഴ്സ് പോലും. ഒരു കാര്യം കൂടി തുറന്നു പറഞ്ഞ അങ്കിളിനൊന്നും തോന്നരുത്.
അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ പലരും അങ്ങനൊരു രീതിയിൽ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി അപൂർവയാണ്. മാളവികയുടെ കാര്യത്തില് ആ കുട്ടി വളരെ പൊസസീവാണ്. കോളേജിൽ നിന്നും അപൂർവയെ മാത്രമാണ് സസ്പെൻഡ് ചെയ്തത്. പക്ഷെ അപൂർവ മാളവികയെയും ബലമായി ക്ലാസ്സിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുക ചെയ്ത്. ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർ സംശയിച്ചു പോകുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. കഴിയുമെങ്കിൽ അങ്കിൾ അപൂർവി എന്ന് പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കണം. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. പോട്ടെ അങ്കിൾ.